എല്ലാ സുഹൃത്തുക്കൾക്കും നമസ്കാരം. കേരളത്തിലെ കർഷകർക്കും കൃഷിഭൂമിയുള്ളവർക്കും വളരെ നിർണായകമായ ഒരു അറിയിപ്പായിട്ടുമാണ് ഇന്ന് ഞാൻ നിങ്ങളുടെ മുൻപിലെത്തിയിരിക്കുന്നത്. PM കിസാൻ വഴി വർഷം 6000 രൂപ കൈപ്പറ്റുന്നവരാണോ നിങ്ങളെങ്കിൽ ശ്രദ്ധിക്കുക. ഇനി മുതൽ രാജ്യത്തെ എല്ലാ കർഷകരെയും ഒരു കുടക്കീഴിൽ കൊണ്ടുവരുന്നതിനായി കേന്ദ്ര സർക്കാർ നടപ്പിലാക്കുന്ന അഗ്നി സ്റ്റാക്ക് ഫാർമേഴ്സ് രജിസ്ട്രി നാളെ മുതൽ വീണ്ടും ആരംഭിക്കുകയാണ്. നേരത്തെ കൃഷിഭവൻ വഴി ഇത് തുടങ്ങിയിരുന്നുവെങ്കിലും ചില സാങ്കേതിക കാരണങ്ങളാൽ തടസ്സപ്പെട്ടിരുന്നു. എന്നാൽ നാളെ മുതൽ എല്ലാ കർഷകർക്കും തങ്ങളുടെ പേര് രജിസ്റ്റർ ചെയ്ത് ഒരു യുണീക്ക് ഫാർമർ ID സ്വന്തമാക്കാവുന്നതാണ്. ഇത് എങ്ങനെ ചെയ്യണം, എന്തൊക്കെ രേഖകൾ വേണം എന്ന് നമുക്ക് വിശദമായി നോക്കാം. എന്താണ് അഗ്രി സ്റ്റാക്ക്, എന്തൊക്കെയാണ് അതിൻ്റെ ഗുണങ്ങൾ, കർഷകർക്ക് സർക്കാർ ആനുകൂല്യങ്ങൾ നേരിട്ട് ലഭ്യമാക്കുന്നതിനായുള്ള ആധാർ അധിഷ്ഠിത ഡിജിറ്റൽ തിരിച്ചറിയൽ കാർഡാണ് അഗ്രി സ്റ്റാക്ക്. ഇതിൻ്റെ സുതാര്യത, കാർഷിക ആനുകൂല്യങ്ങൾ, ലോണുകൾ, ഇൻഷുറൻസ് എന്നിവ ഇടനിലക്കാരില്ലാതെ കൃത്യമായി ലഭിക്കുന്നു. സേവനങ്ങൾ: PM കിസാൻ തുക, കിസാൻ ക്രെഡിറ്റ് കാർഡ് വഴിയുള്ള 4% പലിശയുടെ വായ്പകൾ എന്നിവ ഇനി മുതൽ ഈ ID ഉണ്ടെങ്കിൽ മാത്രമേ എളുപ്പത്തിൽ ലഭിക്കുകയുള്ളൂ. മൂന്നാമതായി ഡിജിറ്റൽ തിരിച്ചറിയൽ. നിങ്ങളുടെ കൃഷിഭൂമി സംബന്ധമായ രേഖകളും ബാങ്ക് വിവരങ്ങളും ഡിജിറ്റലായി ഈ IDയുമായി ബന്ധിപ്പിക്കുന്നു. ഇത് രജിസ്റ്റർ ചെയ്യുന്ന വിധം എങ്ങനെയെന്ന് നോക്കാം. നാളെ മുതൽ പുതിയ രജിസ്ട്രേഷൻ ആരംഭിക്കുകയാണ്. നിങ്ങൾക്ക് സ്വന്തമായും അല്ലാതെയും ഇത് ചെയ്യാവുന്നതാണ്. വെബ്സൈറ്റ് വഴി ചെയ്യുകയാണ് എങ്കിൽ klfr.agristack.gov.in എന്ന സൈറ്റ് സന്ദർശിക്കുക. അതിൽ ന്യൂ രജിസ്ട്രേഷൻ എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് ആധാർ നമ്പറും മൊബൈലിൽ വരുന്ന OTPയും ഉപയോഗിച്ച് നിങ്ങൾ ലോഗിൻ ചെയ്യണം. അതായത് നിങ്ങൾ രജിസ്റ്റർ ചെയ്യണം. നേരിട്ട് ചെയ്യാൻ ബുദ്ധിമുട്ടുള്ളവർക്ക് അടുത്തുള്ള അക്ഷയ കേന്ദ്രങ്ങൾ, കോമൺ സർവീസ് സെൻ്ററുകൾ അല്ലെങ്കിൽ കൃഷിഭവൻ എന്നിവ വഴി ഇത് പൂർത്തിയാക്കാവുന്നതാണ്. മൊബൈൽ OTP അധിഷ്ഠിത സേവനമായതിനാൽ രജിസ്റ്റർ ചെയ്യാൻ പോകുമ്പോൾ ആധാറിൽ ലിങ്ക് ചെയ്ത മൊബൈൽ ഫോൺ കയ്യിൽ കരുതാൻ മറക്കരുത്. ഇനി നിങ്ങളുടെ സ്റ്റാറ്റസ് എങ്ങനെ പരിശോധിക്കാം? നിങ്ങൾ അഗ്രി സ്റ്റാക്കിൽ രജിസ്റ്റർ ചെയ്താൽ നിങ്ങളുടെ സ്റ്റാറ്റസ് ഈ സൈറ്റിൽ കൂടി പരിശോധിക്കാവുന്നതാണ്. നിങ്ങൾ നേരത്തെ രജിസ്റ്റർ ചെയ്തിട്ടുള്ളവരാണ് എങ്കിൽ നിങ്ങളുടെ ഫാർമർ ID നമ്പർ നിലവിലുണ്ടോ എന്ന് ഓൺലൈനിൽ പരിശോധിക്കാൻ സാധിക്കും. അതിനുവേണ്ടി ഗൂഗിളിൽ നിങ്ങൾ അഗ്രി സ്റ്റാക്ക് കേരള എന്ന് സെർച്ച് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് klfr.agristack.gov. എന്ന ഒരു വെബ്സൈറ്റിൽ പ്രവേശിക്കും. അതിനു മുകളിൽ ഡാഷ്ബോർഡ്, അതിനുശേഷം ചെക്ക് എൻറോൾമെൻറ്റ് സ്റ്റാറ്റസ് എന്നതിൽ ക്ലിക്ക് ചെയ്യുക. ചെക്ക് എൻറോൾമെൻറ്റ് സ്റ്റാറ്റസ്, അവിടെ ആധാർ നൽകാനുള്ള ഒരു ഓപ്ഷൻ വരും. അവിടെ നിങ്ങളുടെ ആധാർ നമ്പർ നൽകിയാൽ നിങ്ങളുടെ ഫാർമേഴ്സ് ID അപ്രൂവൽ ആണോ, അതിൻ്റെ സ്റ്റാറ്റസ് എന്ത്, ആ ഫാർമേഴ്സ് IDയുടെ നമ്പർ എന്ത് എന്നിവയൊക്കെ ആ സ്ക്രീനിൽ നിങ്ങൾക്ക് കാണുവാൻ കഴിയും. ആവശ്യമായ രേഖകളും എന്തൊക്കെയെന്ന് നോക്കാം. രജിസ്ട്രേഷന് വേണ്ടി പ്രധാനമായും 3 രേഖകളാണ് നിങ്ങൾ കരുതേണ്ടത്. നിങ്ങൾ നേരത്തെ രജിസ്റ്റർ ചെയ്തിട്ടുണ്ടെങ്കിൽ വീണ്ടും രജിസ്റ്റർ ചെയ്യേണ്ട ആവശ്യമില്ല. ഈ 3 രേഖകൾ: 1 നിങ്ങളുടെ ആധാർ കാർഡ്, 2 ഭൂമിയുടെ കരമടച്ച രസീത്, മൂന്നാമതായി നിങ്ങളുടെ ബാങ്ക് പാസ്ബുക്ക്. ഭാവിയിൽ കൃഷിയുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങൾക്കും ഈ ID നിർബന്ധമാക്കുന്ന സാഹചര്യത്തിൽ കൃഷിഭൂമി സ്വന്തമായുള്ള എല്ലാവരും ഈ ഫാർമർ രജിസ്ട്രിയിൽ അംഗങ്ങളാവുക. ഈ ഉപകാരപ്രദമായ വിവരം മാക്സിമം കർഷകരിലേക്ക് ഷെയർ ചെയ്യുക. സംശയങ്ങൾ ഉണ്ടെങ്കിൽ താഴെ കമൻറ്റ് ബോക്സിൽ ചോദിക്കാവുന്നതാണ്. ഇതുപോലെയുള്ള കൂടുതൽ വിവരങ്ങൾക്കായി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നന്ദി, നമസ്കാരം.